സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പ്രോടേം സ്പീക്കർ അർവിന്ദർ സിംഗ് ലവ്ലി സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുകയാണ്. വിനീത ബി ജി വിവരങ്ങളുമായി ചേരുന്നു. വിനീത, സഭയിൽ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സഭാ നടപടികൾ ആരംഭിച്ചത്. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സർക്കാർ അധികാരത്തെത്തിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 ദിവസമായാണ് ഈ സമ്മേളനം നടക്കുക. നാളെ ഈ സഭാ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമായാണ് BJP നേതാക്കൾ പറയുന്നത്. CAG റിപ്പോർട്ടുകളടക്കം നാളെ ഈ സഭയിൽ അവതരിപ്പിക്കാനാണ് നീക്കമുള്ളത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ഏതാണ്ട് 13 CAG റിപ്പോർട്ടുകളുണ്ട്. ഇത് സഭയിൽ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ 3 ദിവസത്തേക്കുള്ള നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോട്ടം സ്പീക്കർ അർവിന്ദ് സിംഗ് ലവ്ലി സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇനി സ്പീക്കർ തെരഞ്ഞെടുപ്പാണുള്ളത്. അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. വിനീത ബി ജി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.